ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ബെഡ്റൂമിൻ്റെ അകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വരുന്നത് ഫിനിഷിംഗ് സ്റ്റേജിൽ വരുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ വ്യത്യാസം കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ മെഷർമെൻറ്റ് വെച്ച് ചെയ്തതിന് ശേഷം എന്തായിരിക്കും ലാസ്റ്റ് സ്റ്റേജ്. അതുപോലെ തന്നെ നമ്മുടെ വാർക്കയുടെ ഉള്ളിലിട്ടിരിക്കുന്ന, അതായത് നമ്മൾ സീലിംഗ് ചെയ്യാതെ റൂം സീലിംഗ് ചെയ്യാതെ തന്നെ വാർക്കയുടെ ഉള്ളിലിട്ടിരിക്കുന്ന കോൺക്രീറ്റ് ബോക്സ് വെച്ച് ഉള്ളിൽ കൺസീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ അകത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥ കാര്യങ്ങൾ എങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് രീതിയിൽ വരുന്ന ബാത്റൂമാണ്. എന്നാൽ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡിൻ്റെ ഏരിയ 6 കോട്ട് എന്ന് പറയും. അതായത് 6 അടി വരാവുന്ന രീതിയിലുള്ള ബെഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും നമുക്ക് സൈഡ് ടേബിൾ കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ AC കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ സൈഡ് ടേബിളിൽ കൊടുക്കുന്ന രീതിയിൽ തന്നെയുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ കണ്ട പോലെ തന്നെ സീലിംഗ് ലൈറ്റ്സ് വാർക്കയുടെ ഉള്ളിലുള്ള ബോക്സിൻ്റെ അകത്താണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ എൻട്രൻസ് വെച്ച് നമ്മൾ സാധാരണ കൊടുക്കുന്നത് 150 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തതിന് ശേഷം അവസാനത്തെ സ്റ്റേജാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. ഇത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ്. നല്ല വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. പല ആളുകളും ചോദിക്കാറുണ്ട് നമുക്ക് ഏറ്റവും നല്ല സ്വിച്ച് അത്യാവശ്യം കൊള്ളാവുന്ന സ്വിച്ച് ഏതൊക്കെയാണെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 90% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്വിച്ചാണ് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡൽ. ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ആരൊക്കെ ഇലക്ട്രീഷ്യന്മാരാണെങ്കിലും ധൈര്യമായിട്ട് വിശ്വസിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യാം. കാരണം അത്രയും പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഗോൾഡ് മെഡൽ കാണിക്കുന്നുണ്ട്. ഞങ്ങളൊരു 12 വർഷത്തിനടുത്തായിട്ട് ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 6 അടി കോട്ട് ഉണ്ടോ, 6 അടി കോട്ടിൻ്റെ സൈഡിൽ നമ്മളൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് 50 സെൻറ്റിമീറ്റർ. അതായത് താഴെ നിന്ന് നമുക്ക് 65 സെൻറ്റിമീറ്റർ നമുക്ക് ഫിനിഷിംഗ് ലെവൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ബോക്സ് വെച്ചിരിക്കുന്നത്. 65 സെൻറ്റിമീറ്റർ മുകളിലേക്കാണ് നമ്മുടെ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ നമ്മുടെ സൈഡ് ടേബിളിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ താഴെയാണ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ 2 ട്യൂബ് സ്വിച്ച്, റെഗുലേറ്റർ, പിന്നെ ഒരു പ്ലഗ് സ്വിച്ച്, പിന്നെ ഒരു ലൈറ്റിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഫുഡ് ലാമ്പ് കൂടി കൊടുക്കാം, അല്ലെങ്കിൽ പിക്ചർ ലാമ്പ് കൊടുക്കാം. കേട്ടോ, ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ കട്ടിലിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് മാറി നിന്ന് അവിടെ നിന്നുമാണ് സൈഡ് ടേബിൾ താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നുമാണ് നമ്മുടെ കട്ടിലിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് സെൻട്രലായിട്ട് ഒരു പിക്ചർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ തൊട്ടപ്പുറത്ത്, അതായത് 6 അടി വരുന്ന ബെഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6 അടി ഇട്ടതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ടും ഒരേ ഹൈറ്റിൽ 65 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, താഴെ നിന്ന് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ടേബിളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്വിച്ച് ബോർഡ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇത്രയും ഗ്യാപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ സൈഡിൽ വരുന്ന AC-യുടെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ എല്ലാ ബെഡ്റൂമിലും നമ്മൾ മാസ്റ്റർ സ്വിച്ച് കൊടുക്കുന്ന പോലെ മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫുഡ് ലാമ്പിൻ്റെ ഒരു എക്സ്ട്രാ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ മുകളിൽ ഒരു സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു പ്ലഗും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് 2 സൈഡിൽ പ്ലഗ് കൊടുക്കുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ കിടക്കുന്ന വ്യക്തികൾക്ക് മൊബൈൽ ചാർജിങ്ങിന് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലും കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് നല്ലതായിരിക്കും. അപ്പോൾ 6 അടി കോട്ട് നമ്മൾ കൊടുത്തു, 6 അടി കട്ടിൽ കൊടുത്തു, അതിൻ്റെ സൈഡിലായിട്ട് 2 സൈഡ് ടേബിൾ കൂടി കൊടുത്തു. അത് ഫിനിഷ് സ്റ്റേജിൽ നിങ്ങൾ കാണുകയും ചെയ്തു. പിന്നെ നമ്മൾ റൂമിൻ്റെ മെയിനായിട്ട് കൊടുത്തിട്ട് എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് നമ്മുടെ റൂമിൽ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാൻ, അതായത് ചൂടുള്ള സമയത്താണെങ്കിലും നമ്മൾ സീലിംഗ് ഫാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചൂട് കാറ്റായിരിക്കും താഴേക്ക് വരിക. ആ എക്സോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കൂളിംഗ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തു. അത് കൂടാതെ തന്നെ നമ്മുടെ കബോർഡിൻ്റെ ഏരിയ നിങ്ങൾ കാണുന്നത് കണ്ടാൽ ഈ കബോർഡിൻ്റെ അകത്ത് ചെറിയൊരു പോർഷൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റഡി ഏരിയ പോലെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. കബോർഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു 6 മോഡലിൻ്റെ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ 2 സ്വിച്ച്, 2 പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അത് ബാത്റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കബോർഡിൻ്റെ ഏരിയ നമുക്ക് ഒരു ചെറിയ സ്റ്റഡി ഏരിയ ആയിട്ട് നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷവും നമുക്കൊരു വീഡിയോ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവസാനം വരുന്ന സ്റ്റേജാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സീലിംഗിൽ ലൈറ്റ്, റൂമിൽ സീലിംഗ് ചെയ്യേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ നമ്മൾ സീലിങ്ങിൻ്റെ ബോക്സ് വെച്ചതിന് ശേഷം നമുക്ക് മുകളിൽ ലൈറ്റ് ഇടാവുന്ന ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ്. അതുപോലെ തന്നെ മുകളിൽ വരുന്ന സീലിംഗ് ലൈറ്റ്സ് നമ്മൾ കൊടുത്തു. 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്രൽ ലൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ വൈറ്റ് കൊടുക്കാം. റൂമുകളിൽ ഏറ്റവും നല്ലത് വൈറ്റ് തന്നെ കൊടുക്കുന്നതാണ് അത്യാവശ്യം. പിന്നെ നമ്മുടെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതും അതുപോലെ തന്നെ അധികം യൂസ് ചെയ്യാത്ത ഏരിയകളിലൊക്കെ നമുക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, കാർ പോർച്ചൊക്കെ കൊടുക്കുന്നത് നമുക്ക്
വാം വൈറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം വെച്ചിട്ട് ശേഷം, അതായത് 6 അടി കട്ടിൽ വെച്ചതിന് ശേഷം 2 സൈഡിൽ സൈഡ് ടേബിൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവസാനത്തെ സ്റ്റേജ് വരുന്ന സമയത്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഇതോടുകൂടി അവസാനിച്ചെന്ന് തോന്നുന്നുണ്ട്, തീർന്നു എന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 2 സൈഡിൽ സൈഡ് ടേബിൾ വെച്ച് ചെയ്യുക. 2 സൈഡിൽ സൈഡ് ടേബിൾ ചെയ്തതിന് ശേഷം 2 സൈഡുകളിലും പ്ലഗ് സ്വിച്ചും കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ അതുപോലെ 2 2 വേ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ റെഗുലേറ്റർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുൾ ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലഗും കൂടി വരുന്നുണ്ട്. 2 സൈഡിലും പ്ലഗ് കൂടി കൊടുക്കുക. പിന്നെ അതുപോലെ വേണമെങ്കിൽ ഈ പ്ലഗുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സ്വിച്ചും നമ്മൾ ഇൻവെർട്ടറിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു പ്ലഗ് സോക്കറ്റ് നമുക്ക് ഇൻവെർട്ടറിൽ കൊടുത്താൽ മതി. കാരണം ഏതെങ്കിലും ഒരു ഏരിയ, അല്ലെങ്കിൽ ഇൻവെർട്ടറിന് ഹൈ ലോഡ് വരാനുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ റൂമുകളിൽ ഇൻവെർട്ടർ കൊടുക്കേണ്ട മെയിൻ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ ഒരു ലൈറ്റ്, ഒരു ഫാൻ, പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഒരു പ്ലഗ് സോക്കറ്റ് വേണമെങ്കിൽ ഒരു പ്ലഗ് സോക്കറ്റ് കൊടുക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ഒരു സ്വിച്ച്, ഫസ്റ്റ് എൻട്രൻസ് സ്വിച്ച് നമുക്ക് ഇൻവെർട്ടറിൽ കൊടുക്കാം. പിന്നെ ഫുഡ് ലാമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടറിൽ കൊടുക്കാം. പിന്നെ വരുന്ന സെക്ഷനിലാണ് മാസ്റ്റർ സ്വിച്ചിൽ മസ്റ്റായിട്ട് നമ്മൾ ഇൻവെർട്ടറിൽ കൊടുത്തിരിക്കണം. കാരണം എന്നോട് പലവരും ചോദിക്കാറുണ്ട്, മാസ്റ്റർ സ്വിച്ചിൽ സാധാ ഫേസ് മതിയോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ സാധാ ഫേസ് വെച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. മാസ്റ്റർ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഡേഞ്ചറോ അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ, എന്തെങ്കിലും കള്ളന്മാരോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാകുന്ന സമയത്ത് വീടിന് ചുറ്റുമുള്ളതും അതുപോലെ തന്നെ വീടിൻ്റെ അകത്തുള്ളതുമായിട്ടുള്ള റൂമുകളിൽ ഉണ്ടാവില്ല, ബാക്കി എല്ലാ സ്ഥലത്തും ഒന്നിച്ച് ലൈറ്റ് തെളിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് മാസ്റ്റർ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ സ്വിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് KCB ലൈൻ കട്ടാണെങ്കിൽ, സാധാ കറണ്ട് കട്ടാണെങ്കിൽ നമ്മൾ മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപയോഗം നടക്കില്ല. കാരണം നമ്മുടെ മാസ്റ്റർ സ്വിച്ച് കൊടുത്തുകൊണ്ടുള്ള ഉപയോഗം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻവെർട്ടറിൽ സെക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ KCB പോയാൽ പറ്റിയും നമുക്ക് ഇൻവെർട്ടറിൽ ഓൺ ചെയ്യാം. ഇൻവെർട്ടറിൽ ഹൈ ലോഡ് വരില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം ലോഡ് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇത്തിരി കുറച്ച് ലോഡ് വന്നാലും കാര്യങ്ങൾ നടക്കുന്നതാണ് നല്ലതെന്ന് ഉള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ സ്വിച്ച് ഇൻവെർട്ടറിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് മാത്രം മതി നമുക്ക് മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യേണ്ട അവസ്ഥ വരുന്നുള്ളൂ. അതായത് മൊത്തം ലൈറ്റുകൾ ഇൻവെർട്ടറിൽ തെളിയേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും നേരമൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇൻവെർട്ടർ സിമ്പിളായിട്ട് ഒരു 1 kV ഇൻവെർട്ടറൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ഇൻവെർട്ടറിൽ മാസ്റ്റർ സ്വിച്ച് എപ്പോഴും ഇൻവെർട്ടറിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അതിനെക്കുറിച്ച് മാസ്റ്റർ സ്വിച്ചിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തായാലും ഒരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, മാസ്റ്റർ സ്വിച്ചിൻ്റെ കണക്ഷൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാം. ഇനി അതല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇനിയും കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജിലുള്ള ഒരു വീടിൻ്റെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെയും അറ്റാച്ച്ഡ് ബെഡ്റൂമിൻ്റെയും ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം വരുന്ന ഫൈനൽ സ്റ്റേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.